ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഞാനിന്ന് ചെയ്യുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ 1 കപ്പ് ഇഡ്ലി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു, എന്നിട്ട് ഇപ്പം ഡ്രെയിൻ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇതിന് പകരം നമ്മുടെ സാധാ പച്ചരി അല്ലെങ്കിൽ സോണ മസൂരി റൈസ് ആയാലും മതി. പിന്നെ 3/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വേവിച്ച ചോറ്, പഞ്ചസാര 7 ടേബിൾ സ്പൂണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എടുത്താൽ മതി. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ കാഷ്യൂ നട്ട്സ്, കിസ്മസ് അത് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്. അപ്പം ഇനി നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സാധാ ഈസ്റ്റ് എടുക്കുന്നെങ്കിൽ അത് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ആഡ് ചെയ്യുവാണ്. വേവിച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്യാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാൻ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കരുത്, 1 നുള്ളു ഉപ്പ്. ഇത് ഞാൻ ആദ്യം പറയാൻ അങ്ങ് വിട്ടുപോയി. 1 നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ. ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കാരണം ബാറ്റർ ഒരുപാട് ലൂസായി പോവരുത്. ഒരു ചെറിയ തിക്ക് ബാറ്റർ ആയിരിക്കണം. ഇനി ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂട് സ്ഥലത്തൊക്കെയാണ് ഒരു 4 മുതൽ 5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ഫെർമെൻ്റ് ആയി കിട്ടും. എനിക്കിപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ ഓവൻ ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ചൂടാക്കിയിട്ട് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അത് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഫെർമെൻ്റായി വരത്തില്ല. അപ്പം നമുക്കിനി അത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം മൊത്തം 8 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ പൊങ്ങി പുറത്തും പോയായിരുന്നു. കണ്ടോ, മാവൊക്കെ പൊങ്ങി നല്ലപോലെ പൊളിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്കുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഞാൻ ക്രഷ് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ടാണ് ചേർത്തേക്കുന്നത്. ഇനി അതൊന്ന് റോസ്റ്റായി വരട്ടെ. നട്ട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഇനി കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് മാറ്റാം. ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇതങ്ങനെ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കാത്ത പഴയ ഒരു പാത്രമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റീമറിനകത്ത് ഈ പാത്രം കയറില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ പാത്രം വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം.
ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഈ പാത്രത്തിൻ്റെ പകുതി വരെ ഒഴിച്ചു കൊടുക്കാവൂ, കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും നന്നായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ പകുതി വരെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ നട്ട്സും കിസ്മിസും ഇപ്പം ആഡ് ചെയ്യുന്നില്ല. ഇതൊരു 3 മിനിറ്റ് വരെ വേവിച്ച് കഴിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം താഴേക്ക് പോകും. ഇതിന് ആവിയൊന്നും പുറത്തു പോകരുത്. ആ രീതിയിലുള്ള അടപ്പ് വെച്ചായിരിക്കണം ഇത് അടച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് നട്ട്സും കിസ്മിസും ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഈ നട്ട്സും കിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ വേവിക്കണം. 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് കുക്കായോ എന്ന് നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ വട്ടയപ്പമൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. വട്ടയപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് ഇപ്പോഴേ ഇതിൽ നിന്ന് എടുക്കുന്നില്ല. ചൂടൊന്ന് പോയിട്ടേ ഇതിൽ നിന്ന് ഈ പാത്രം എടുക്കുന്നുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ആ പ്ലേറ്റ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചൂട് പോയിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. വട്ടയപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.